നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാലേട്ടനൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ആ സമയത്ത് വന്ന് ജസ്റ്റ് വായിക്കുന്നു. പക്ഷേ നോക്കിയപ്പോ നോക്കുമ്പോ ലൈറ്റിംഗ് എന്തൊരു പ്രശ്നമാണ്. ഞാൻ ചോദിക്കാൻ പറ്റില്ല ലാലേട്ടനെ എങ്ങനെ എല്ലാരും വിളിക്കാന്നുള്ളത്, മോനെ മോളെ. അതെ, അതാണ് തുടരും വിജയത്തിന് കാരണം. അതാണ് പഴയ ലാലേട്ടനെ നമ്മൾ വീണ്ടും കണ്ടു. നല്ല പറഞ്ഞിട്ടാണ് അത്. അതെ അതെ. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാലേട്ടനൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ആ സമയത്ത് വന്ന് ജസ്റ്റ് വായിക്കുന്നു, ക്യാമറയുടെ മുമ്പിൽ ചെന്ന് അങ്ങ് പ്രസന്റ് ചെയ്യാണ്, ഒരുപാട് റീടേക്കും കാര്യങ്ങൾ ആവശ്യമില്ല. അത് നിങ്ങൾ ലൈവായിട്ട് കണ്ടേക്കുന്ന ആൾക്കാരാണ്. അപ്പം ആക്ച്വലി ഞാനത് നമ്മള് രാവിലെ വരുമ്പോ തന്നെ ഫസ്റ്റ് ലാലേട്ടന്റെ കാരവൻ വരും. അത് വന്ന് കുറച്ച് കഴിയുമ്പോ തന്നെ അപ്പൊ മനസ്സിലാക്കും ലാലേട്ടന്റെ ഷൂട്ട്. അപ്പൊ കറക്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ലാലേട്ടൻ വരും. ലാലേട്ടൻ വന്നു കഴിഞ്ഞെങ്കിൽ ആ കാരവനിലേക്ക് ആരെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ ആരെങ്കിലും ചെല്ലും, റീഡ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ കാണാറില്ല. പിന്നെ അതിനുശേഷം ഞാൻ കാണുമ്പോൾ ഒരിക്കൽ പോലും ലാലേട്ടന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ടേ ഇല്ല. ആ ഷോട്ടിന് വരുമ്പോ ലാലേട്ടൻ എന്താ മോനെന്ന് ചോദിക്കും. ആ ഓക്കെ ഫൈൻ ചെയ്യും, അവിടെ ഇരിക്കും. അപ്പൊ ഇത്രയും നമ്മള് വളരെ സങ്കടമുള്ള സീനൊക്കെ എടുക്കുമ്പോ അപ്പൊ അതിലൊരു സീനുണ്ട്. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് എല്ലാ സീനിലും ഞങ്ങൾ അവിടെ ഉണ്ട് ഷൂട്ടിന്. അപ്പൊ ആ സീനിലാണ് മകൻ മരിച്ചിട്ട് അവർ എഴുതി കൊടുക്കുന്നത്, മകനെ കാണാനില്ല, ഭയങ്കര സീനാണ്. ആ സീനിൽ ഞങ്ങൾക്ക് പാസിംഗ് ഉണ്ട് അങ്ങോട്ട് കൊണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ ഫുൾ റിഹേഴ്സൽ കഴിയുള്ളൂ, എന്നിട്ടാണ് ലാസ്റ്റ് ആണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ പിന്നെ റിഹേഴ്സൽ ആവശ്യമില്ല, ജസ്റ്റ് ടേക്ക് ആണ്. അപ്പൊ നമ്മളെ കൊണ്ട് തെറ്റരുതെന്ന് ആദ്യം എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അപ്പൊ വൺസ് നമ്മൾ എല്ലാവരും കൂടെ സെറ്റ് ആയി നിന്ന് റിഹേഴ്സൽ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ വന്നിട്ട് അത് അത്രയും ഭയങ്കര ഒരു സീനാണ്. അത് അങ്ങനെ സെന്റിമെന്റൽ ആയിട്ട് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അതൊക്കെ ആള് കൂളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് ഡയറക്ടേഴ്സും, ഡയറക്ടർ ധനമൂർത്തി, ബിനു പോപ്പും കോ ഡയറക്ടർ, അപ്പൊ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവര് ടെൻഷനില്ല. സത്യം പറയണേ നമ്മുടെ മനസ്സിലാണ് ടെൻഷൻ കൂടി വരുന്നത്. കാരണം നമ്മളെ കൊണ്ട് ഇനി തെറ്റിപ്പോയോ, ആള് തെറ്റി ചെയ്ത് ഫുൾ സീന് പിന്നെ എടുക്കണം. കുറച്ച് നോക്കി കഴിഞ്ഞപ്പോ നോക്കുമ്പോ ലൈറ്റിംഗ് എന്തൊരു പ്രശ്നമാണ്. പോയിട്ട് ഇങ്ങനൊരു സീൻ ലൈറ്റിംഗ് അതിനെന്താ മോനെ എടുക്കണോ നീ? ആ എടുക്കാം. അപ്പൊ ഞാൻ ആലോചിക്കും ഇത്രയും കൂൾ, അത്രയും ഒരു കരയണ സീനാണ് അത്. ആള് കൂളായിട്ട് അപ്പൊ തന്നെ ഓക്കെ അടുത്ത് എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അത് ആ ഒരു സീനില് കറക്റ്റ് വന്ന് വീണ്ടും സെറ്റ് ചെയ്ത് ആള് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു സീനില് ആൾക്ക് പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ ഡയറക്ടർ സാർ എന്നാണ് എപ്പോഴും വിളിക്കുക. അപ്പൊ എപ്പോ വന്ന് വിളിച്ചാൽ ചോദിക്കും മോനെ അത് ഓക്കെയാണ്, ഒന്നും കൂടി ചെയ്യണം. അപ്പൊ വേണ്ട ഞാൻ ഒന്നും കൂടി ചെയ്യാം. ഇതാണ് ആ ഷോട്ട് കരഞ്ഞു. ഞാൻ ലൈവായിട്ട് കണ്ടത് ഈ ഷോട്ട് കഴിഞ്ഞ ആള് കരഞ്ഞു വരികയാണ്. കരഞ്ഞു പറഞ്ഞു വരുമ്പോ മുന്നേ രാജുവേട്ടൻ പോകുന്നു. രാജുവേട്ടൻ ഒരു സങ്കട സീനിലെ പോകുന്നു. ഇവിടെ പോയിട്ട് ബാക്കിൽ നിന്ന് തോണ്ടിട്ട് ലാലേട്ട് എങ്ങനെ രാജുവേട്ടൻ ചുമ്മാ അപ്പൊ ആള് പോയി. അതൊരു ജന്മാണ് സത്യം പറയാൻ. മാറുക എങ്ങനെ പറ്റുക? അത് അത്രയും കരയണ സീനൊക്കെയാണ് ആള് പോകുന്നത്. പക്ഷെ അത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അല്ലേ, അതെ 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 അതെ. പുതിയ ആളുകൾക്ക് മൂവി കിട്ടാന്ന് പറയുമ്പോ കാരണം ഷൂട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ രാവിലെ മുതൽ കോസ്റ്റ്യൂമാണ്. 6-7 മണി മുതൽ ഞങ്ങളെ യൂണിഫോം ഇട്ട് നിൽക്കുകയാണ്. പക്ഷെ ഷൂട്ടില്ലെങ്കിലും ഞങ്ങൾ ആ ഇവരെ പെർഫോമൻസ് കാണാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി വരുമ്പോഴോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, കിട്ടില്ല. കാരണം ഒരുപാട് ആളുകൾക്ക് അവിടെ വരെ എത്താൻ കിടന്ന് കഷ്ടപ്പെടാം. ലൊക്കേഷനിൽ പുറത്തുള്ള ആളുകളെ അവർ അകത്തേക്ക് കടത്തി വിടില്ല. അവിടെ ബൗൺസേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഉള്ളിൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാരും അവിടെ ഉണ്ട്. അപ്പൊ നമുക്കത് ഇരുന്ന് കാണാം, ലൈവായിട്ട് കാണാം. അതെങ്കിലും കാണാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അതൊരു ഇത് കിട്ടാൻ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പറയുമ്പോ അതൊരു താങ്ക് ഗോഡ്, അതൊരു വലിയൊരു മൊമെന്റ് തന്നെയാണ്. എല്ലാവരും മോനെ മോനെ. ഞാൻ ചോദിക്കാൻ പറ്റില്ല ലാലേട്ടനെ എങ്ങനെ എല്ലാരും വിളിക്കാന്നുള്ളത്, മോനെ മോളെ. മോളെയല്ല എന്നെ ബിന്ദുന്ന്. ആളെല്ലാം ചിരിച്ച് ഫുള്ളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പ്രകാശ് വർമ്മ സാറാണെങ്കിൽ അവരും ഫസ്റ്റ് ടൈം ആണ്. അവരും ഇരുന്നിട്ട് സംസാരിച്ച് ഫുള്ളായിട്ട് തമാശ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ എഡീസിനെ ചിലപ്പോൾ കളിയാക്കും. അതുപോലെ ചിലപ്പോൾ ഷോർട്ട് റെഡി നോക്കി വരും. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ, സാമ്പാർ ഇളക്കണം. സാർ സാമ്പാർ ഇളക്കാൻ നീയല്ലേ പറഞ്ഞിട്ട് സാമ്പാർ ഇളക്കാൻ എഡീസറിന്റെ തന്നെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതൊരു ആളെല്ലാരും കംഫർട്ട് ആക്കാന്നുള്ളതാണ്. ആരും ഒരു ഇതാ ടെൻഷൻ ആക്കണ പരിപാടി ഇല്ല. ഒരു ടേക്ക് പോണെന്ന് നീ പറയുമ്പോൾ ഒന്നുകൂടി ചെയ്തോ, കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്യാം, കുഴപ്പമില്ല, നീ ചെയ്തോ പറയും. അപ്പൊ അതൊക്കെ വലിയ കാര്യം. ഇത്ര വലിയ ആർട്ടിസ്റ്റ് പറയാന്ന് സാറിന് അതിന്റെ ആവശ്യമില്ല, പോവാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ബാക്കിയുള്ളവരും കൂടി കംഫർട്ട് ആക്കാന്നുള്ളത് ലാലേട്ടന്റെ ഒരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, ഇനി മാമിലേക്ക് വരാണെങ്കിൽ ലാലേട്ടന്റെ കൂടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി.
അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മാമിനോട് ലാലേട്ടന് എന്തെങ്കിലും സംസാരിക്കോ, എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ ഒരു ടോക്ക്? അല്ല, അതിന്റെ ബ്രേക്ക് എപ്പോഴും ലാലേട്ടൻ ക്യാരവനിലായിരിക്കും. അപ്പൊ ഷൂട്ടിന്റെ ടൈം ആകുമ്പോ നമ്മളൊക്കെ നിന്നിട്ട് ആ ടൈം ആകുമ്പോ ലാലേട്ടൻ വരും. നമ്മുടെ പിന്നെ അഡ്വർടൈസ്മെന്റ് അല്ലേ, മൂവി പോലെയല്ല. അപ്പൊ ഒരു 2 days അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. പക്ഷെ വെരി കാഷ്വൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ലൈക്ക് നമുക്കങ്ങനെ ഒരു എന്താ പറയണത്, ആദ്യമായിട്ട് വന്ന് നമ്മളൊരു വലിയ ആക്ടറിന്റെ മുന്നിൽ അങ്ങനത്തെ ഒന്നും ഡൗൺ ടു എർത്ത്. നമ്മള് അവിടെ എന്ത് വർത്തമാനം എന്ത് വേണമെങ്കിലും പറയാം. ഈവൻ കൊച്ചു കുട്ടികളുണ്ട് അതില്. കുട്ടികളോട് തന്നെ എന്തൊരു കാര്യമായിട്ടായിരുന്നു. കുട്ടികൾക്കും അതേപോലെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ പോലും എന്തൊരു ഉഷാർ ആൾക്കാർക്ക് അല്ലേ കുട്ടികൾക്ക്. പക്ഷെ നമുക്ക് എന്താ പറയണെങ്കിൽ ലൊക്കേഷനിലായതുകൊണ്ട് ലാലേട്ടൻ ഇതുവരെ കേരളത്തിൽ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല. എപ്പോഴും അവിടെ ഒരു ഫാൻ ഉണ്ടാവും, അവിടെ ഇരിക്കും, അവിടെ രാജ്യമായിട്ട് ഇരിക്കുന്നുണ്ടാവും, ഇവരെല്ലാവരും ഇന്ന് വർത്താനം പറയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല, അതാരും പോകാൻ പാടില്ല. ഒന്നാമത് കോസ്റ്റ്യൂമിലായിരിക്കും, അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യത്തിന് ആ ഒരു ദിവസം അയച്ച് ലാലേട്ടന്റെ ബർത്ത്ഡേ എന്ന ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോ രഞ്ജിത്തേട്ടൻ വന്നിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വന്നിട്ട് വിളിച്ചു വന്നാൽ നാളെ ഇങ്ങനെ ഒരു ഈവനിങ് ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഹോട്ടലിലേക്ക് വരണം എന്നാണ്. ആ ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ലാലേട്ടനെ കാണുന്നു, എല്ലാം എന്താകുന്നു. ലാസ്റ്റിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രഷർ വരിക. അപ്പൊ രഞ്ജിത്തേട്ടൻ വന്നിട്ട് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിംഗിൾ കൂടെ ഫോട്ടോ എടുക്കാം, ആ ബാക്കിയുള്ളത് യൂണിറ്റ് ഒക്കെ സെപ്പറേറ്റ് എടുത്തോ, പക്ഷെ ഇവർക്ക് സെപ്പറേറ്റ് കൂടെ എടുക്കാം. അതൊരു ഞാൻ സത്യം പറയാം, നമ്മളിപ്പോ ഞാനിപ്പോ ഒരു ആലോചിച്ചാണെങ്കിൽ നമ്മളെ കൊണ്ടും കൂടി ഇത്ര പറ്റില്ല. ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈച്ച് ആർട്ടിസ്റ്റ് ഓൾ യൂണിറ്റ് അതിനെല്ലാം ചിരിച്ചു നിന്ന് വളരെ കൂളായിട്ട് എല്ലാവരും ഫോട്ടോ എടുപ്പിച്ചിട്ടാണ് ആകുന്നത്. ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് അതിന്റെ ഇതൊന്നും ഇല്ലാത്ത വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലേ, സിമ്പിൾ മനുഷ്യനാണ്, വലിയ ടാലന്റ് മനുഷ്യനാണ്. ലാലേട്ടന്റെ ഒരു ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുമ്പോ ഏതാ ഫസ്റ്റ്? നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ട്. പക്ഷെ അതില് തൂവാനത്തുമ്പികള് ഒരുപാട് ഇഷ്ടമുള്ള പടം, സതയം, ഇങ്ങനത്തെ മൂവീസ് അല്ല. ലാലേട്ടന്റെ ക്യാരക്ടേഴ്സ് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കിരീടം, ചെങ്കോൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെങ്കോൽ, തന്മാത്ര, അങ്ങനത്തെ കുറെ സീൻസുകളുണ്ട്. അത് ദേവാസുരം, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ആണ്. ബിന്ദു മാമിന് എങ്ങനെയാണ് ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഒരു മൂവി ഉണ്ടാവും? ഒരുപാട് മൂവീസ് ഉണ്ട്, എന്നാലും പറയുമ്പോ എനിക്കൊരു ആ ഒരു സംഭവം ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പടങ്ങളും ലാലേട്ടന്റെ ഏത് പടം കാണാത്ത, ഇപ്പൊ ഹൃദയപൂർവ്വം അതുപോലും കണ്ടുപോയി. അതെ. അപ്പോ തുടരും കഴിഞ്ഞാൽ ഇത് വന്ന് തുടരും കണ്ടുപോയോ. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. ഒന്നൊന്നിനും മെച്ചായിരിക്കും. ഇതിലാണോ അതാണോ നല്ലത്, ഇതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, എല്ലാത്തിലും പെർഫോമൻസ് ആള് അങ്ങനെ പെർഫോം ചെയ്യുന്ന. ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ഓരോതായിരിക്കും. ചിലർക്ക് ആക്ഷൻ ആകുമ്പോ ആക്ഷൻ ആയിരിക്കും, ചിലർക്ക് സെന്റിമെന്റൽ ആയിട്ടുള്ള അങ്ങനെ ആയിരിക്കും. എനിക്കത് തോന്നുന്നത് അല്ലാതെ എല്ലാവർക്കും ഒരേ മൂവി ഇഷ്ടപ്പെടണമെന്നില്ല. എന്താണ് സേഫുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പെട്ടെന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ പുള്ളിക്ക് ഈ ഒരു 6-ാം തമ്പുരാൻ അങ്ങനെയുള്ള ഒരു സിനിമ വന്നതിന് ശേഷം ആ ഒരു റോളിലേക്ക് ഒരുപാട് ഫാൻസ് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലത്തെ സിനിമകൾ ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ. അതാണ് തുടരും ഒരു വിജയത്തിന് കാരണം. അതാണ് എനിക്ക് പഴയ ലാലേട്ടനെ നമ്മൾ വീണ്ടും കണ്ടു. പുള്ളി അതിൽ എല്ലാ ഇമോഷനിലൂടെ പോകുന്നുണ്ടല്ലോ. തമാശകളുണ്ട്, ശോഭന മാമുമായിട്ടുള്ള കോമ്പിനേഷൻ, പിന്നെ അതിനുശേഷം മൂഡ് മാറുന്നു. എല്ലാതരം പ്രേക്ഷകർക്കും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ജമ്പ് ചെയ്യണ മൂവ്മെന്റ്, കൈകുത്തി ജമ്പ് ചെയ്യണം. അതെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു തുടക്കം ഒരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു അത്രയും വലിയ ടാലന്റ് ഒരു മനുഷ്യന്റെ അങ്ങനെ തന്നെ പറയാം, ഒരു പ്രതിഭാസമാണ്. എല്ലാവരും ഒരു പ്രതിഭാസമാണ്. അതെ, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആ ജനറേഷനിൽ നമ്മൾ നിൽക്കാൻ പറ്റുന്ന തന്നെ അല്ലേ. നാളെ നമ്മളുടെ ഒരു 2 തലമുറ കഴിഞ്ഞാൽ അവർക്കൊന്നും ലൈക്ക് 2-3 തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ ഓക്കെ. പക്ഷെ നമുക്ക് ആ ഒരു ശരിക്കും നമ്മളുടെ മുന്നിൽ ആളെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹം. അതാ പറഞ്ഞ എത്ര ചെറിയ ക്യാരക്ടറോ അങ്ങനെ പറയും ചിലർ, പറയോ എനിക്ക് ചെറിയ ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒക്കെ മുന്നിൽ പോയി നിൽക്കുക, ഇദ്ദേഹത്തിനെ കാണാൻ പറ്റുക, ഇദ്ദേഹം അഭിനയിക്കുന്ന കാണാൻ പറ്റുക, അതെന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം. അത് ചെറിയ സിനിമ വലിയ സിനിമ അതിന്റെ അല്ല. പക്ഷെ ഇത്രയും വലിയൊരു പ്രതിഭാസത്തിന്റെ മുന്നിൽ നമുക്ക് പോയി നിൽക്കുക. എത്രയോ ആൾക്കാർ കാണാൻ കൊതിക്കുന്നത്, ഒരു ഫോട്ടോ എടുക്കാൻ കൊതിക്കുന്നത്. അവിടെ പോയിട്ട് നമ്മൾ അടുത്ത് ആ ഒരു സ്ക്രീനില്
നമ്മൾ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും അതാ ഞാൻ പറഞ്ഞു എന്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ അത് കണക്കാക്കുന്നത്. എനിവേ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇനിയും ലാലേട്ടനോട് മാത്രമല്ല എല്ലാ മികച്ച പ്രതിഭകളുടെ കൂടെയും നിങ്ങൾക്ക് അഭിനയിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് നല്ല നല്ല മൂവീസ്, ഒരുപാട് നല്ല നല്ല പ്രൊജക്ടുകൾ നിങ്ങളെ തേടി വരട്ടെ. ഈ ഒരു ഓണം നിങ്ങൾക്ക് എല്ലാവിധ എന്താ പറയാ സന്തോഷങ്ങളും സമൃദ്ധി എല്ലാം കൊണ്ടുതരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ കൂടെ ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.